ഈ ഒരു പായസം ഉണ്ടല്ലോ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി നോക്കിയപ്പോഴോ ഇഷ്ടാവുകയും ചെയ്തു. ഈ ഒരു പായസം ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബദാം, കാഷ്യൂസ്, പിസ്ത ഇത് 3 ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റോസ്റ്റ് ചെയ്തിട്ട് നെയ്യിൽ നിന്നത് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് മക്കാനയാണ് വേണ്ടത്, അഥവാ ലോട്ടസ് സീഡ്സ് ഉണ്ടല്ലോ, അത് 2 കപ്പ് എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ പൊട്ടി വരുന്ന ഒരു പരുവം വരെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് പൊട്ടി വരണം. ഇത് 2 കപ്പാണല്ലോ, അതിൽ നിന്ന് 1 കപ്പ് ഞാൻ മാറ്റുന്നുണ്ട്. 1 കപ്പ് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പായസത്തിന് നല്ല തിക്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് നട്ട്സ് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി നട്ട്സ് ഇതിലിട്ടിട്ട് അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു 1/2 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള മക്കാനയും നട്ട്സൊക്കെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ബാക്കിയുള്ള മക്കാന കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഒരു സമയത്തുണ്ടല്ലോ നമുക്ക് നല്ലൊരു ഫ്ലേവറും കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സാഫ്രോൺ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 2 നുള്ള് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് നട്ട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ എടുത്താൽ തന്നെ നമുക്ക് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ കിട്ടും കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ എടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ആയിട്ടാണ്. ഉണ്ടാക്കി നോക്കിയവർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇതിന് നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.